ഒരു മെത്രാനായാൽ ചാകുന്നോടും വരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഉമ്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളുവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നു വട്ടം. അമ്മാർക്കടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അവളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നത്. പക്ഷെ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDP വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയക്കെന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDP ആണ്. അതല്ല ഉദ്ദേശം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDPും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്കൂടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ മെത്രാന്മാരപ്പം നിരന്തരം, അതായത് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അല്ലേ? ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന എംപാർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലില്ല കുഴപ്പം. ഇതൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, നിങ്ങളെ ഒരു ഉപദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാണ് കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDPന് വേണ്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ. ദീപിക പത്രത്തിൽ അതിരൂക്ഷ വിമർശനം പറഞ്ഞിട്ടുണ്ട്. ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നു വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചരമം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചരമ വാർത്ത. ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചെയ്യട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പറക്കാത്തവന്മാരാ ആ ദീപിക നടത്തുന്നത്. മനസ്സിലായില്ലേ? മൂന്ന് മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും, 3ാമത്തെ മുന്നണി സ്ഥാനാർത്ഥി കൊണ്ട് പറയാനുള്ള മര്യാദ കാണിക്കണേ ഇവന്മാർ. തന്തയ്ക്ക് പറക്കാത്തവരെന്നേ പറഞ്ഞത് ഇവന്മാരെ പറ്റി, ദീപിയെ പറ്റി. വൃത്തികെട്ടവന്മാർ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഇനി എന്തായിരിക്കും സഭയോടുള്ളൊരു നിലപാട്? എന്തായിരിക്കും സഭയോട്? സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആര് പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? ഒരു പട്ടം കിട്ടിയാൽ അയാൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനാണ്. ഒരു മെത്രാനായാൽ ചാകുന്നോടും വരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഉമ്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കണ്ട് കുമ്പസാരിക്കുക മാത്രമല്ല, കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായിരുന്നു. ആ ഞാനാ പറയുന്നത് ഈ മെത്രാന്മാർ കഴിക്കുന്ന പൂക്കൃത്തരമാണെന്ന്. മനസ്സിലായില്ലേ? അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് FCRAയുമായി ബന്ധപ്പെട്ട് വന്ന് ബിഷപ്പുമാർക്കെതിരെ താങ്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് തിരിഞ്ഞ് എഫക്ട് ചെയ്തതാണോ ഈ തെരഞ്ഞെടുപ്പിൽ? 2 കുന്തം. ഈ ഒരു മണ്ട ചോദ്യം ചോദിക്കാടി ഒരു പത്രക്കാരൻ. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇനി FCRA ബില്ല് വരികയാണ്. പാർലമെന്റ് എന്തായാലും വരും എന്നുള്ള ഒരു കാര്യം സംശയം. ഇവരുടെ ആശങ്ക അതേപോലെ തന്നെ നിൽക്കുകയാണ്. ആശങ്കയും കൊണ്ട് അവർ വീട്ടിൽ പോയി ഇരുന്നോണ്ടാ മതി. ആശങ്കയായിട്ടിരുന്നോട്ടെ. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏത് പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കുന്ന അമിത്ഷാ പറഞ്ഞു, റിജ്ജു പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു. എന്നിട്ടും പോരെ. പിന്നെ ആരാ പിന്നെ മെത്രാന്മാരുടെ കാരണന്മാരൊന്നും പറയണം? നീ മനസ്സിലായില്ല? ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നാടാ? ഇറവറൻസ്, ബഹുമാനക്കുറവ്. ഇനി കണക്ക് കാണിക്കാത്തവർക്കെതിരെ നടപടി അപ്പോൾ ഉണ്ടാവുമോ ഇനി ഇതിന്റെ ഭാഗമായി? ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ സഭയാണെങ്കിലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല, വിദേശത്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണക്ക് കാണിക്കണം. നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.